2.5 വർഷം മുമ്പ് ഞാൻ വായിച്ച ബുക്കുകളുടെ എണ്ണം 0 ബുക്സാണ് ഞാൻ വായിച്ചിരുന്നത്. പക്ഷേ 2.5 വർഷം കൊണ്ട്, ഈ കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് ഞാൻ 25 ബുക്സ് വായിച്ചു തീർത്തു. 25 ബുക്സ് വായിച്ചു തീർത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു സാധനം, ഞാനൊരു നോവലോ അല്ലെങ്കിൽ ഫിക്ഷൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല വായിച്ചത്. നോൺ ഫിക്ഷൻ ബുക്സ്, അതായത് സെൽഫ് ഹെൽപ്പ്, ഫൈനാൻസ്, മൈൻഡ് സെറ്റ് റിലേറ്റഡ്, സൈക്കോളജി റിലേറ്റഡ് ബുക്സാണ് ഞാൻ വായിച്ചത്. വളരെ ഡ്രൈ ആയിട്ടുള്ള ബുക്സാണ് ഞാൻ വായിച്ചത്. 25 ബുക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അതിന് ഞാൻ ചെയ്ത ഒരു മാജിക് ട്രിക്ക് ഉണ്ട്. 10 pages എ ഡേ. ഒരു ദിവസം 10 പേജ് വായിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം എത്രയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. 3650 പേജ് വരെ നിങ്ങൾക്ക് വായിക്കാം. അപ്പം അത് എത്ര ബുക്സ് ആണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എല്ലാ ദിവസവും 10 പേജ് വായിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് സംഭവിച്ച ഒരു ട്രാൻസ്ഫോർമേഷൻ കഥ പറയാം. എന്തുകൊണ്ടാണ് ഈ 2.5 വർഷം മുമ്പ് ഞാൻ ബുക്ക് വായിക്കാതിരുന്നത്, 2.5 വർഷം കൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ബുക്സ് വായിച്ചത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം 2.5 വർഷം മുമ്പ് ജോലിയായി കിട്ടി ഒരു വലിയ സിറ്റിയിലേക്ക് ഞാൻ മൂവ് ചെയ്തു ചെയ്ത സമയത്ത് വർക്കിന് പോകും, വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ 5-6 മണിയാകുമ്പോഴത്തേനും വരും. വന്നിട്ട് നമ്മളിരുന്ന് പിന്നെ നമ്മൾ ഫോണിനകത്ത് സ്ക്രോളിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലൈക്ക് സോഷ്യൽ മീഡിയ എല്ലാം നിങ്ങൾക്കറിയാം, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ടിക്ടോക്ക് അന്നത്തെ കാലത്തുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ അതിനകത്ത് ഒരുപാട് മണിക്കൂറുകൾ, ചിലപ്പോൾ ഒരു 5-6 മണിക്ക് നമ്മൾ സ്ക്രോളിങ് സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കും, അതിൻ്റെ ഇടയിൽ ഫോൺ യൂസ് ചെയ്യും. ഒരു 10-11 മണി വരെ നമ്മൾ ഫോണിനകത്ത് തന്നെയാണ്. അപ്പോൾ അന്ന് ഞാൻ വേറെ സിറ്റിയിലായതുകൊണ്ട് എനിക്ക് ടി വിയും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ നമ്മൾ ടി വിക്കകത്തായിരിക്കും, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈവനിങ്സ് വന്നു കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയൊക്കെ ഉണ്ട്, ടി വി ചാനലൊക്കെ ഉണ്ട്, നമ്മൾ വെറുതെ സമയം കളയും. അപ്പം അന്ന് എൻ്റെ ആ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഞാനും വേറെ ഫ്രണ്ടോട് ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് വലിയ ടി വി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫോണിനകത്താണ് മിക്കവാറും ടൈം സ്പെൻഡ് ചെയ്തത്. അല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്ത് ഗെയിം കളിക്കാനോ അങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ ആ ഡിജിറ്റൽ അങ്ങനത്തെ ഒരു വേൾഡിനകത്താണ് ഇരുന്നിരുന്നത്. വായിക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റേ അല്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഞാനൊരു കോൺസിക്യൂട്ടീവായിട്ട് കുറേ നാൾ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ദിസ് ഈസ് നോട്ട് ഗുഡ്. വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ഞാനൊരു വായനാശീലം അങ്ങനെ ഉണ്ടായിരുന്നൊരു വ്യക്തിയല്ല. ഇപ്പം ഞാൻ വായിച്ച നോവൽ എന്നൊക്കെ പറഞ്ഞാൽ 10 മേടാട് എന്നൊക്കെ പറയാം. നമ്മുടെ അത് സ്കൂളിൽ പഠിക്കാനുള്ള കാരണം വായിച്ചതാണ്. അല്ലാതെ അതല്ലാതെ ഞാനൊരു മലയാളം നോവലോ അല്ലെങ്കിൽ എന്തൊരു ഇംഗ്ലീഷ് നോവലോ ഞാനായിട്ട് എടുത്ത് വായിച്ചത് ഇല്ല. അങ്ങനെ ഒരു ഹാബിറ്റേ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ തന്നെ വായിക്കുന്ന ഒരുപാട് നോവൽസും ഒക്കെ വായിച്ചു തീർക്കുന്ന ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവരെ പോലെ വായിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പലതവണയും ഞാൻ ഈ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ വായിക്കും എന്നൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു പേജൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും. അങ്ങനെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ചെയ്ത മിസ്റ്റേക്ക് അതാണ്. വെൻ ഐ വാസ് ട്രൈങ് ടു റീഡ്, ഐ വാസ് ട്രൈങ് ടു ലൈക്ക് ഞാൻ ബുക്കിൻ്റെ ഹാഫെങ്കിലും വായിച്ച് തീർക്കും എന്നുള്ളത് വായിക്കാതിരിക്കും. 2 പേജ് 3 പേജ് എഴുതുന്നതിന് ഉറക്കം വരും, അതവിടെ ഇട്ടിട്ട് പോകും, നാളെ വായിക്കാമെന്നാക്കും, പിന്നെ അത് വായിക്കത്തില്ല. ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എനിക്കത് പറ്റിയില്ല, ഞാൻ ഫെയിലിയറായി. അപ്പം ഞാനങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ആ ബിഗ് സിറ്റിയിലായിരുന്ന സമയത്ത് ഞാനത് ട്രൈ ചെയ്തു. പക്ഷെ വർക്കൗട്ട് ആകാതിരുന്നപ്പോൾ ഞാൻ വേറെ ഞാൻ പഴയ താമസിച്ചുകൊണ്ടിരുന്ന സിറ്റിയിലേക്ക് ഞാൻ തിരിച്ചു വന്ന സമയത്ത് ഞാൻ ഇനി വീണ്ടും വായിക്കാമെന്നുള്ളൊരു പ്ലാനൊക്കെ എടുത്തിട്ട് ഞാൻ വായിക്കാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു ചീറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വായിക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ബുക്സാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഒരു 200 to 400 പേജിൻ്റെ ഇടയിലുള്ളൊരു ബുക്കാണ് ഞാൻ ആ സമയത്തൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തപ്പോൾ എടുത്തിരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഒരു 100 പേജിൻ്റെ ഒരു ബുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് 100 പേജിൻ്റെ ബുക്ക് എടുത്തിട്ട് അതിങ്ങനെ വായിച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആദ്യം എയിം ചെയ്തത്. അപ്പോൾ 100 പേജ് എന്നുള്ള ബുക്ക് വായിക്കാൻ ഒരു ദിവസം കൊണ്ട് വായിക്കാൻ പറ്റും എന്നൊക്കെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തു, പക്ഷേ ഫെയിലിയർ ആയിപ്പോയി. കാരണം 10 പേജ് വായിച്ചതിനും 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നിർത്തി. അപ്പോൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് റെപ്പിറ്റേഷൻ ഞാൻ വായിക്കാൻ വേണ്ടിയുള്ള ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ട്രൈ ചെയ്തിട്ട് ഫെയിലിയർ ആയ ഒരു വ്യക്തിയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കരുതുന്നു. വായിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്ന ആളുകൾ, വായിക്കാൻ ട്രൈ ചെയ്ത് ബുക്ക് മേടിച്ചിട്ട് തൊടാതെ അവിടെ തന്നെ ഇരുന്ന് നമ്മൾ പിന്നീട് നോക്കി, നമ്മൾ മേടിച്ച ബുക്കാണ് തുറന്നു പോലും നോക്കിയില്ല എന്ന് ഉണ്ടായ മൊമെൻറ്റ്സ് അതെല്ലാം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് വളരെ മടിയുള്ള ആളുകൾക്ക്, നിങ്ങൾക്ക് മലയാളമോ നിങ്ങൾക്ക് ഏത് ഭാഷയിലാണ് കംഫർട്ടബിൾ, ഇംഗ്ലീഷോ കംഫർട്ടബിൾ ആയ ഏത് ലാംഗ്വേജ് പിക്ക് ചെയ്യുമ്പോൾ I would recommend as a beginner you pick a book which has only 100 pages. 100 പേജുള്ള ഒരു ബുക്ക് സെലക്ട് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്ത ബുക്കാണിത്, ഹൂ മൂഡ് മൈ ചീസ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയിലൂടെ ഒരു വലിയൊരു സെൽഫ് ഡെവലപ്മെൻറ്റ് ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഞാനത് ബ്രേക്ക് ചെയ്യുന്നില്ല എൻ്റെ സസ്പെൻസ്. പക്ഷേ ഇറ്റ്സ് വെരി 2 എലികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഈ ബുക്ക്. ഇത് വളരെ കട്ടി കുറഞ്ഞൊരു ബുക്കാണ്. 100 പേജാണ് ഈ ബുക്കിനുള്ളൂ.
അപ്പം പെട്ടെന്ന് തന്നെ വായിച്ചു തീർക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് റഫായിട്ട് കാണിക്കാം. 94 പേജസേ ഉള്ളൂ. ആൻഡ് ഓൾസോ 100 പേജിൽ നിന്ന് വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചില പിക്ചേഴ്സ് ഒക്കെ കാരണം ഒരു പേജൊക്കെ അങ്ങ് സ്കിപ്പായി പോകും. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് വായിക്കും. 2 പേജ് കഴിഞ്ഞു, 3 പേജ് കഴിഞ്ഞു. മാത്രമല്ല അതിനായിട്ട് ഫോണ്ട് കുറച്ചുകൂടെ വലുതാണ്, അപ്പോൾ നമുക്ക് വായിക്കാനും ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പം ഇതെനിക്ക് സജസ്റ്റ് ചെയ്തൊരു ഫ്രണ്ടാണ്. വായനാശീലം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പിക്ക് ചെയ്ത ബുക്കാണ്. നിങ്ങൾക്ക് വായന ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ് ബുക്ക്. ഇനി ഇതിനകത്ത് ഞാൻ ആദ്യം ട്രൈ ചെയ്തപ്പോൾ ഞാൻ ഫെയിൽ ചെയ്തു. ഞാൻ ഫെയിൽ ചെയ്തു പോയെന്ന് ഞാൻ പറഞ്ഞു. 100 പേജ് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം കൂടെ ട്രൈ ചെയ്തു, പക്ഷേ അത് ഫെയിൽ ആയിപ്പോയി, വർക്കൗട്ട് ആയില്ല. അപ്പം ഞാൻ ചെയ്ത അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേജസ് എ ഡേ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ വെച്ചു. പക്ഷേ അത് തുടക്കത്തിൽ ഞാൻ 1 പേജ് എ ഡേ ആണ് വെച്ചത്. അത് പ്രോഗ്രസ് ആയിട്ട് വന്നപ്പോൾ ഒരു പേജ് വെച്ചാൽ ഇതിൻ്റെ ഒരു പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഇറങ്ങി ഓടിക്കണം. ഈ ഒരു പേജ് വായിക്കാൻ യു മൈറ്റ് നീഡ് ഓൺലി 20 seconds 30 seconds മതി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരു പേജ് എന്നുള്ള കൺസെപ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ 10 പേജൊക്കെ വരെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് വായിക്കാൻ പറ്റും. പിന്നെ ഒരു കഥയായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ രസമുണ്ടായിരുന്നു വായിക്കാൻ, അത്ര ഡ്രൈ ഇല്ലായിരുന്നു. അപ്പം ആ ഒരു പേജ് എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ 10 pages എ ഡേ ആക്കിയിട്ട് സെറ്റ് ചെയ്തു. നോ മാറ്റർ വാട്ട് ഐ വിൽ റീഡ് 10 pages. അപ്പം അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 10 ദിവസം കൊണ്ട് ഐ കംഫർട്ടബിളി ഫിനിഷ് ദിസ് ബുക്ക്. 10 ദിവസം കൊണ്ട് ഞാൻ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ലൈഫിലുണ്ടായ ആദ്യത്തെ ഒരു വലിയ അനുഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2023 വരെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഐ ഹാവിൻ റെഡ് എനി ബുക്സ്. പക്ഷേ ഞാൻ പേർപ്പസ്ഫുള്ളി ഞാൻ ഡിറ്റർമൈൻഡ് ആയിട്ട് വായിച്ച ഒന്നാമത്തെ ബുക്കാണിത്, ഹൂ മൂവ്ഡ് മൈ ചീസ്. വെരി സ്മോൾ ബുക്ക്. ആൻഡ് ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് കിട്ടി. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. വെറും 10 പേജ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബുക്സ് വായിച്ചു തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു 3 സിമ്പിൾ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ റീഡിംഗ് വിൻഡോ ഫിക്സ് ചെയ്യുക. റീഡിംഗ് വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പോ രാവിലെ എഴുന്നേറ്റിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണോ കംഫർട്ടബിൾ ഫോണൊന്ന് സ്ക്രോൾ ചെയ്യുന്ന ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ചിട്ട് ഒരു 10 പേജ് വായിക്കാൻ. ചെറിയ ബുക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടി വന്നാൽ ഒരു 5 മിനിറ്റ് മതിയാവും. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റീഡിംഗ് ഒരു ഡിറ്റർമിനേഷൻ സെറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് അതിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളുടെ ബുക്കാണ് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതാം. ഇനി അഥവാ അതും മടിയാണെങ്കിൽ ഫോൺ എടുത്ത് വെച്ചിട്ട് ഫോണിൽ ഒരു ഫോട്ടോ എടുക്കുക. ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് വീണ്ടും ഇൻസ്റ്റാഗ്രാം റീൽസിലേക്ക് പോകരുത്. ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും സേവ് ചെയ്ത് വയ്ക്കാം. ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ്. ഞാനിതൊക്കെ ചെയ്തതാണ്. ഇപ്പം ഞാൻ വായിക്കുന്നത് കിൻഡിലാണ്. കിൻഡിലും പ്ലസ് ഹാർഡ് കോപ്പി ബുക്ക്സ് ഞാൻ വായിക്കാറുണ്ട്. കിൻഡിൽ എന്ന് പറഞ്ഞാൽ അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുന്ന ഒരു ഡിജിറ്റൽ റീഡറാണ്. നമ്മുടെ ഫോണിലൊക്കെ ബുക്സ് വായിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോണിനകത്ത് തന്നെ പ്ലേ ബുക്സ്, ഞാനിപ്പോൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിനകത്ത് ഗൂഗിൾ പ്ലേ ബുക്സിനകത്ത് നിങ്ങൾക്ക് സിമ്പിൾ ബുക്സ് ഒക്കെ വായിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ കിൻഡിൽ എന്ന് പറയുന്നൊരു ഡിജിറ്റൽ റീഡിങ് ആമസോണിൻ്റെ കിൻഡിൽ പേപ്പർ വൈറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അത് എക്സ്പെൻസീവ് ആണ്, അതൊന്നും ഐ വുഡൻ റെക്കമെൻഡ്. അപ്പം ഫോണിനകത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഫ്രീ ബുക്സ് ഉണ്ട്, ഫ്രീ ബുക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഡ്രൈ വായിക്കാൻ പാടുള്ളവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ബുക്സ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് ട്രാക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ച എൻ്റെ ഒരു ഡേ ടു ഡേ ഞാൻ ട്രാക്ക് ചെയ്യുന്ന ഒരു ട്രാക്കർ സിസ്റ്റം ഉണ്ട്. ഇതാണ് എൻ്റെ ട്രാക്കർ സിസ്റ്റം. മെമ്മറബിൾ മൊമെൻറ്റ്സും ഞാൻ ചെയ്യേണ്ട ടാസ്കുകളും. അതിനകത്ത് ഞാൻ റീഡ് 10 എന്ന് എപ്പോഴും എഴുതിയിട്ടുണ്ട്. 10 പേജ് മിനിമം വായിക്കണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന റീഡ് 10% ആണ്. അതായത് പണ്ട് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ 10 പേജായി, പിന്നെ ഇപ്പോഴും 10% ആണ്. 100 പേജിന് 10% എന്ന് പറഞ്ഞാൽ 10 പേജ്. 200 പേജിൻ്റെ ബുക്കാണെങ്കിൽ ഞാൻ 20 പേജ് വായിക്കുന്നത്. അതാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്, വിച്ച് വിൽ ബി ഡിഫിക്കൽട്ട്. അതൊരു അഡ്വാൻസ്ഡ് ലെവലാണ്. പക്ഷേ നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സിന് ചില ആളുകളൊക്കെ 2-3 ദിവസം കൊണ്ട് തന്നെ ഒരു ഫുൾ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന നന്നായിട്ടുള്ള എവിഡ് റീഡേഴ്സൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സിനോട് സജഷൻ ചോദിക്കുക, നല്ല ബുക്സ് കണ്ടുപിടിക്കുക. അപ്പം വാരൻ ബഫറ്റ് പറഞ്ഞ ഒരു ടേം ഉണ്ട്, ദ മോർ യു ലേൺ ദ മോർ യു ഏൺ. പുള്ളി പറഞ്ഞത് ഒന്നുകൂടെ പറയാം, നമ്മൾ എത്രത്തോളം പഠിക്കുന്നോ അല്ലെങ്കിൽ ലേൺ ചെയ്യുന്ന അത്രത്തോളം നമ്മൾ ഏൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൂടും. അപ്പോൾ നമ്മളൊരു 5 മണിക്കൂർ റീലിനകത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ യു ഷുഡ് അറ്റ്ലീസ്റ്റ് സ്പെൻഡ് 5 minutes പെർ ഡേ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫിനിഷ് ലോട്ട് ഓഫ് ബുക്സ്. ഇത് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ഇത് വായിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ വായിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. 10 പേജ് എന്ന് പറഞ്ഞാൽ 1% നിങ്ങൾ ബെറ്റർ ആവുകയാണ് നിങ്ങൾ തന്നെ റീഡിങ് കേപ്പബിലിറ്റിയിൽ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. സീ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.